ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. കോവയ്ക്ക ഡയബറ്റീസ് ഉള്ളവർ കഴിക്കുന്നത് നല്ലതാണ്. കോവയ്ക്ക് കുന്തുരു എന്നും പറയാറുണ്ട്, അതുപോലെ കന്നഡയിൽ തൊണ്ടേക്കായി എന്നാണ് പറയുന്നത്. അപ്പോൾ കോവയ്ക്ക മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 300 ഗ്രാം കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി വെള്ളം ഒഴിച്ചിട്ട് 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം. കോവയ്ക്ക് ഇങ്ങനെ നല്ലോണം കഴുകിയെടുക്കുക. അപ്പോൾ കോവയ്ക്ക് ഇവിടെ നല്ലോണം കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ 2 സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇനി റൗണ്ടിലാണ് അരിയുന്നത്. അപ്പോൾ ഇതിങ്ങനെ കനം കുറച്ചിട്ട് ഇനി റൗണ്ടിൽ അരിഞ്ഞെടുക്കുക. കോവയ്ക്കെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി എടുത്തിട്ട് 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു കടായി ഗ്യാസ് വെക്കുക. കടായി ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അതിലോട്ട് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ തേങ്ങ കൊത്തിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് കാണിക്കുന്നത്. ഇനി ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാണ് കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. കണ്ടിത് അതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.